അങ്ങനെ ഓരോ മേഖല നമ്മൾ ആശുപത്രികൾ ചികിത്സ ബെറ്റർ ആയിരുന്നു കേരളത്തിൽ. പൊതു ചികിത്സ, ഫ്രീ ചികിത്സ, ആശുപത്രികൾ സാധാരണക്കാർക്ക് ചികിത്സ കിട്ടൽ ബെറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ആയുർദൈർഘ്യം കൂടിയത്. കുത്തിവയ്പ്പ് കൂടുതലാണ്, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് നടപടികൾ കൂടുതലാണ്, അതിനുവേണ്ടി പണം ചെലവഴിക്കൽ കൂടുതലാണ്, ബോധവൽക്കരണം കൂടുതലായിരുന്നു. ഇപ്പം എന്താ സ്ഥിതി? അതാ ഞാൻ പറഞ്ഞു, ഈ അതിദരിദ്രൻ എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കും. അതായത് ഗവൺമെൻറ് എന്ന അതിദരിദ്രൻ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കുന്നില്ല, പിന്നെ കോഴ്സുകൾ അനുവദിക്കുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങളിൽ സൗകര്യങ്ങളില്ല, അതുപോലെ തന്നെ ആശുപത്രികളിൽ പറയണ്ടല്ലോ, മരുന്നില്ല, സാധനമില്ല, ക്വാളിറ്റി മുഴുവൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കഷ്ടാണ് സ്ഥിതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുപോലുള്ള എവിടെയെങ്കിലും ഒന്ന് സാമ്പിളായിട്ട് പോയി നോക്കിയാൽ മതി. തിരുവനന്തപുരത്ത് എവിടെ പോയി നോക്കിയാൽ കഷ്ടമാണ്. ജനങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ മേനി നടിച്ച് നടന്നാൽ മതിയോ? വളരെ നേരത്തെയുള്ള ക്വാളിറ്റി ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഡോക്ടർമാർക്ക് നേരത്തെ ചെലവഴിച്ചിരുന്ന അത്ര സമയം രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നില്ല. കാരണം രോഗികൾ ക്യൂ നിൽക്കുകയാണ്. മരുന്ന് അവിടുന്ന് കൊടുക്കാൻ പറ്റണില്ല, പിന്നെ മരുന്ന് വാങ്ങാൻ കഴിയില്ല. പിന്നെ ഈ നമ്മളെ പിന്നെ അതിഥി തൊഴിലാളികളൊക്കെ എത്ര അധികം ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു, ഇവിടെ പിന്നെ സമ്പന്നമാണ് എന്നൊക്കെ ഈ തോന്നലുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫിലും അതുപോലെ തന്നെ US, യൂറോപ്പ്, ലോകത്ത് മുഴുവൻ പോയി മലയാളികൾ കുറേ പണം അയക്കുന്നത് കൊണ്ട്, NRI റെമിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്